എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹാക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇന്നത്തെ പത്രത്തിലാണ് ഹൈക്കോടതി CMRLൻ്റെ അപ്പീൽ തള്ളിയ വാർത്ത വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ ചാനലുകളിൽ കൂടെയും നവമാധ്യമങ്ങളിലെ കൂടെയൊക്കെ നമ്മൾ അറിഞ്ഞ വാർത്തയാണ്. EDക്ക് പരിശോധന തുടരാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. എക്സാലോജി കേസിലെ ECIRഉം സമൻസും റദ്ദാക്കില്ല. നടപടി 2 ആഴ്ച തടയണമെന്ന ആവശ്യവും നിരസിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ ടി വീണയുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസുമായുള്ള ഇടപാടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിനെതിരെ CMRL നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. EDയുടെ എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടും സമൻസും റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസുമാരായ V. രാജ, വിജയരാഘവൻ, KV. ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് കോടതി പറഞ്ഞു. ഇവർ ED റെയ്ഡിന് വന്നപ്പോൾ അതിനെ തടയാനായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നേതാവും അവരുടെ ശിങ്കിടികളും കൂടെ ഈ തലസ്ഥാനത്ത് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും നടന്നു. എന്നാലും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് തലസ്ഥാനത്താണ്. കൂടെ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. ഇപ്പോൾ അവരൊക്കെ പലരും ജയിലിലും പലരും കേസുമായിട്ടും തെളിവെടുപ്പിനും ഒക്കെ ആയിട്ട് പോയത്. അവരുടെയൊക്കെ ദുരിതപൂർണമായ ജീവിതത്തിനിടയിൽ അവരിനി ഈ കേസും കൂട്ടുമായിട്ട് നടക്കാൻ ഈ വഴക്കിന് പോയവർക്കൊക്കെ പറ്റത്തുള്ളൂ. ഈ തമ്പുരാനും തമ്പുരാട്ടിയൊന്നും വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയില്ലല്ലോ. അവരെല്ലാം കഴിഞ്ഞ് തമ്പുരാൻ മാത്രം തലവെളിയിലിട്ട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും എപ്പോഴും എൻ്റെ കൂടെ നിൽക്കണം, എന്നെ ഈ കള്ളക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞാണ് തലവൻ പറഞ്ഞത്. മോള് പിന്നെ വെളിയിൽ വന്നില്ല. നമുക്കറിയാം, ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിലും ഈ പ്രതിയായ വീണ പൊതുസമൂഹത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. അവരിങ്ങനെ ഒരു പാത്തും പതങ്ങിയും ഒരു കള്ളിയെ പോലെ ഇങ്ങനെ അച്ഛൻ്റെ പിൻപറ്റി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയൊക്കെ സാമർത്ഥ്യമുള്ള ഒരു സംരംഭകയാണെങ്കിൽ അവർക്ക് നടന്ന കാര്യങ്ങൾ പൊതുജന സമക്ഷം വന്ന് അവതരിപ്പിക്കാനായിട്ട് എന്തിനാണ് ഇത്ര മടി? അവരിതുവരെ അതിന് തുനിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇതിനെപ്പറ്റി ഒരു കാർട്ടൂൺ വരയ്ക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും കാർട്ടൂണിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ പെൻസിൽ സ്കെച്ച് ഇതാണ്. നമുക്ക് ആദ്യം ഇരട്ടച്ചെങ്കിൽ നിന്ന് തുടങ്ങാം. ഇതെന്താണെന്ന് അറിയാമോ? താഴെ ഒന്ന് സാധിച്ചതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എൻ്റെ കയ്യിൽ പൂട്ടുവാൻ്റെ വിലങ്ങ് തീർത്തു എന്ന് ചില സിനിമാ ഗാനമൊക്കെ ഇട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ കോപ്പിറൈറ്റോ കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ്. ആ സിനിമാ ഗാനത്തിൻ്റെ വരികൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്. എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു, അവർ എന്ന് വെച്ചാൽ ED എൻ്റെ കയ്യിൽ പൂട്ടുവാനൊരു
വിലങ്ങ് തീർത്തു. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫൈനലായിട്ട് ഒന്നുകൂടെ ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കാം.